തീപാറുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് പിറവികൊണ്ട ഭക്തിഗാനങ്ങളുടെ കണ്ണ് നനയിക്കുന്ന അനുഭവ പശ്ചാത്തലങ്ങളിലൂടെ ഗാനോൽപ്പത്തി. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗാനോൽപ്പത്തിയുടെ എല്ലാ ശ്രോതാക്കൾക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരുമില്ല നീ ഒഴികെ ചാരുവാൻ ഒരാൾ പാരിൽ എൻ പ്രിയ എന്ന ഗാനത്തിന്റെ പശ്ചാത്തലമാണ്. ആരുമില്ല നീ ഒഴികെ ചാരുവാനൊരാൾ പാരിൽ എൻ പ്രിയ. ആരുമില്ല നീ ഒഴികെ ചാരുവാനൊരാൾ പാരിൽ എൻ പ്രിയ. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്ന മാനസം. നിൻ തിരുമാർവിൽ ചാരുമ്പോഴല്ലാതാശ്വസിക്കുമോ ആശ്വസിക്കുമോ. ഈ ഗാനത്തിന്റെ രചയിതാവ് ബഹുമാന്യനായ ടി.കെ. ശാമുവേൽ സാറാണ്. ഇലന്തൂർ ചിറക്കടവ് കുടുംബത്തിൽ തെക്കേതിൽ ശാഖയിൽ ശ്രീമാൻ തോമാച്ചന്റെയും മറിയാമ്മയുടെയും ഇളയ പുത്രനാണ് ശ്രീ ടി.കെ.എസ്. അദ്ദേഹത്തിന്റെ പിതാവ് സുവിശേഷ സത്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടത് കാരണം അന്നത്തെ സാമുദായിക കെട്ടുപാടുകൾ പൊട്ടിച്ചുകൊണ്ട് വേർപെട്ട സമൂഹത്തോട് ചേരുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ പ്രാർത്ഥനാ അനുഭവങ്ങളാണ് തന്റെ ജീവിതത്തിൽ മാതൃക ആക്കിയിരിക്കുന്നത്. സുവിശേഷ ഘോഷണത്തിലും ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്നതിലും അദ്ദേഹത്തിന്റെ കുടുംബം ബദ്ധശ്രദ്ധരായിരുന്നു. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ക്രിസ്തീയ സഹോദരങ്ങൾ തന്റെ ഭവനം സന്ദർശിച്ചിരുന്നു. യുവാക്കളായ ആത്മീയ പ്രവർത്തകരോട് അതിയായ വാത്സല്യവും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള വലിയ ആഗ്രഹവും അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. കേരളത്തിലും ഇന്ത്യയിലും ഗൾഫ് നാടുകളിലും അമേരിക്കൻ ഐക്യനാടുകളിലും തന്റെ ശുശ്രൂഷകൾ വ്യാപിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കി. വളരെ ഐക്യത ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയെന്ന് വിശേഷിപ്പിക്കാം. ഇങ്ങനെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ താൻ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇലന്തൂരുള്ള അദ്ദേഹത്തിന്റെ സഭയിൽ നിന്നും വളരെ പ്രിയപ്പെട്ട ചില സഹോദരങ്ങൾ ചില കാരണങ്ങളാൽ മറ്റൊരു സ്ഥലത്ത് കൂടി വരാൻ തീരുമാനം ചെയ്തു. ഈ വാർത്ത അദ്ദേഹത്തിന്റെ കാതുകളിലെത്തി. താൻ ആകെ ഭാരപ്പെട്ടു. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ വിഭജിക്കപ്പെടുന്നത് തനിക്ക് ചിന്തിക്കാനാകുന്നതിലും അധികമായിരുന്നു. സഹോദരന്മാരോടും സഭയോടുമുള്ള അതീവമായ സ്നേഹത്താലും ആത്മാർത്ഥതയാലും തന്റെ മാനസം നീറി നീറി ഖേദങ്ങളാൽ എരിയാൻ ആരംഭിച്ചു. പ്രിയരെന്ന് കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകുമെന്ന് തനിക്ക് അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞു. ഗിരികളിലേക്ക് കൺകൾ ഉയർത്തിക്കൊണ്ട് താൻ പാടി ചാരുവാൻ ഒരാൾ പാരിൽ എൻ പ്രിയ. സഭയിലെ ഈ വിഷമസന്ധിയിലും തിരുമാറിൽ ചാരി താൻ ആശ്വാസം കണ്ടു. സഹോദരന്മാരുടെ സ്നേഹം കുറഞ്ഞു പോയപ്പോഴും പ്രിയന്റെ സ്നേഹം കുറയാതെ തുടരുന്നത് തനിക്ക് ധൈര്യമായി. മരുഭൂമി വാസം തരും ഒരു ക്ലേശം, ലേശം പോലും അറിയാതെ മരുഭൂവിൽ പ്രിയനോട് ചാരി വരുന്ന സഭ ഭാഗ്യവതിയായി തുടരുകയാണ്. പലരായിരുന്ന നാം ക്രിസ്തുവിൽ ഒന്നായി ഒരു ശരീരമായി തീർന്നു എന്നാണ് സഭയോടുള്ള ബന്ധത്തിൽ ശ്രദ്ധേയമായി കാണുന്നത്. ക്രിസ്തുയേശുവിൽ കൂടെ ലഭ്യമായ ബന്ധം എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബന്ധം തന്നെ, ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത ബന്ധം. ടി.കെ. ശാമുവേൽ എന്ന വലിയ മനുഷ്യനെ ക്രൈസ്തവർക്ക് മറക്കാനാവില്ല. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ക്രിസ്തീയ ആരാധനയിലും സുവിശേഷ പ്രചാരണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഗാനങ്ങൾ നിത്യജീവിതത്തിന്റെ ഭാഗങ്ങളാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആത്മപ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ എത്ര പാടിയാലും മതിവരാത്തവയാണ്. പ്രിയ സഹോദരങ്ങളെ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൽ തനിക്ക് ആരുമില്ലല്ലോ, താൻ ഏകനായിരിക്കുന്നല്ലോ എന്ന ചിന്ത ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ ഗാനം ഒന്ന് ശ്രവിക്കാം. ചാരുവാൻ ഒരു നല്ല മാർവിടമാണല്ലോ ക്രിസ്തു എന്ന പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ഗിരികളിൽ